ഹലോ ഗൈസ്, ഇത് നല്ല മഴയുള്ള ദിവസത്തെ ഒരു വ്ളോഗാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കര മഴയുള്ള ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നൊരു വ്ളോഗാണ്. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ എൻ്റെ മോൾ എപ്പോഴും വന്നിട്ട് പറയും അവൾക്ക് മഴയത്ത് കളിക്കണം, തുള്ളിച്ചാടി കളിക്കണം, ഡാൻസ് കളിക്കണം എന്നൊക്കെ. ഞാൻ തീരെ പുറത്തേക്ക് ഇറക്കാറില്ല കേട്ടോ, മഴയൊക്കെ നനഞ്ഞ് പനിയൊക്കെ പിടിച്ച് ആലോചിച്ചിട്ട്. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചത് പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, അപ്പം എൻ്റെ മോളെ എൻജോയ് ചെയ്യട്ടെ. മഴക്കാലത്താണല്ലോ, മഴ ഉള്ളപ്പോഴാണല്ലോ മഴയത്ത് കളിക്കാൻ പറ്റുക. അപ്പം ഞങ്ങളിതാ കുടയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മയുടെ ചെടി കളക്ഷൻസ് ആണ് കേട്ടോ. അമ്മയ്ക്ക് ഈ ചെടിയോട് ചെറുതായിട്ടുള്ളൊരു പ്രാന്തുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട്. എനിക്കാണെങ്കിലോ തീരെ ഇതില്ല കേട്ടോ. കണ്ട് ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതിനെ ശുശ്രൂഷിക്കാനും എനിക്ക് ഇത്ര താല്പര്യം ഇല്ലാത്തൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് വരുന്നത്. ഞങ്ങൾ ഓൾറെഡി അച്ഛനോട് കുറേ ദിവസമായിട്ട് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പോഴാണ് അച്ഛൻ്റെ കൈ കിട്ടുന്നത്. അപ്പോൾ കൈയോട് അങ്ങ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അച്ഛൻ പൊന്നാനി പോയി വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ പാർട്സാണ്. എനിക്കിത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഈ സാധനം എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് പോലെ ഇരുന്നേ. പക്ഷേ ഇപ്പോൾ ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഒരു ഒബ്സഷൻ പോലെ ഇരുന്നു. എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കുകയേ ചെയ്തിരുന്നില്ല. കറിയുടെ കൂടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഒന്നോ രണ്ടോ പീസൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞങ്ങളിത് ഉണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, അതൊക്കെയാണ്. ചുവന്നുള്ളിയാണ് മെയിൻ. എത്രയും ചുവന്നുള്ളി ഇട്ടാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് അമ്മ പറയണത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കുന്ന തിരക്കിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അത് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കല്യാണത്തിൻ്റെ മുന്നൊന്നും തീരെ കഴിച്ചിരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സാധനം ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. ഇതിങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയാനുണ്ടാകുന്നില്ല, എനിക്കും അമ്മയ്ക്കൊന്നും. കല്യാണം കഴിഞ്ഞിട്ട് അവിടെ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. അത് ഞാൻ ആദ്യമൊന്നും കഴിച്ചിരുന്നില്ല. എനിക്ക് ആദ്യം കാണുമ്പോൾ ഒരു അറപ്പ് പോലെ ഇരുന്നു. പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ അത് കഴിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഇവിടെ വന്ന് അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കി തരൽ തുടങ്ങി. പണ്ടൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കല്യാണങ്ങളൊക്കെ ഉണ്ടാവും. ഈ ബിരിയാണി കല്യാണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, തലേ ദിവസം ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉള്ള കല്യാണങ്ങൾ. അന്ന് ഈ ചിക്കൻ്റെ പാർട്സൊക്കെ മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പൊറാട്ടയുടെ കൂടെ കറി ഉണ്ടാക്കും. എന്നിട്ട് അന്ന് രാവിലത്തെ ചായയും കടിയും അതായിരിക്കും കല്യാണ വീട്ടിലത്തെ. അത് കാണുമ്പോഴേ എനിക്കൊരു അറപ്പാണ് കേട്ടോ. കഴിക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. ചിക്കൻ കറിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ പൊറാട്ടയുടെ കൂടെ ഈ പാർട്സിൻ്റെ കറി അതൊക്കെ ഇങ്ങനെ കലങ്ങിയിട്ട് വെള്ളം പോലെയിട്ടുള്ള കറി കാണുമ്പോഴേ എനിക്കൊരു അറപ്പാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തീരെ കൂട്ടിയിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കൂട്ടില്ല, അതെനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ റോസ്റ്റ് പോലെ ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ഉണ്ടാക്കുന്ന കാര്യം എനിക്ക് അറിയാനുണ്ടായിരുന്നില്ല, എനിക്കോ അമ്മയ്ക്കൊന്നും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടാണ് അമ്മയ്ക്കോ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ്. ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛൻ പുറത്തുനിന്നുള്ള ഫുഡൊന്നും തീരെ കഴിക്കാൻ സമ്മതിക്കാത്ത ഒരാളാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആ സ്വഭാവങ്ങളൊക്കെ മാറി ഞാൻ പുറത്തത്തെ ഫുഡൊക്കെ നല്ല കഴിക്കാറുണ്ട്. എൻ്റെ അച്ഛൻ വീട്ടിൽ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ അല്ല 2 മാസം കൂടുമ്പോൾ ഒരിക്കലൊക്കെയാണ് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരാറ്. പക്ഷേ പുറത്തുനിന്ന് എന്ത് സാധനങ്ങളും വാങ്ങിച്ചു തരും നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊറോണ സമയത്തൊക്കെ ഇതന്നെയായിരുന്നു പണി. ഷവർമ്മ, ബർഗർ, സാൻഡ്വിച്ച്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. കാരണം നമ്മൾ റെഡിമെയ്ഡ് കഴിച്ചിട്ട് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ പുറത്ത് പോവുക, ഫുഡ് കഴിക്കാൻ തന്നെയാണ് പുറത്ത് പോവുക. മെയിനായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കഴിക്കാറ്. ഇപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽത്തിനെ പറ്റി ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചിട്ടുണ്ട്, എന്നാലും നല്ല കുറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ അച്ഛൻ എപ്പോഴെങ്കിലുമൊക്കെയാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാറ്. ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അവിടെ ആകുമ്പോൾ നമ്മളിത് പുറത്തുനിന്ന് കഴിക്കുന്ന കാരണം ഉണ്ടാക്കാറില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇപ്പോഴും എൻ്റെ അനിയൻ പറയും എന്നോട്, ഈ ഉണ്ടാക്കി തായോ, അത് ഉണ്ടാക്കി ഈ ഉണ്ടാക്കിയാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ സോപ്പിടുക. അപ്പോൾ ഞാൻ പിന്നെ പാവല്ലേന്ന് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വർത്താനം പറയുന്നതിൽ ഇടയ്ക്ക് ഇതാ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഇത് 2 പാർട്ടായിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യാറ്. ആദ്യം ലിവർ മാത്രം, അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്സും വേറെ ആയിട്ടാണ് കുക്ക് ചെയ്യാറ്. കാരണം ലിവർ പെട്ടെന്ന് വേവുമല്ലോ, അതിനൊരു വിസിൽ മതി. ബാക്കിയുള്ള പാർട്സ് ഒരു 5-6 വിസിലൊക്കെ അമ്മ അടിക്കാറുണ്ട്, എന്നിട്ടാണ് അത് വേവുള്ളൂ. അല്ലെങ്കിൽ ഒരുമിച്ച് വേവിച്ച് കഴിഞ്ഞാൽ രണ്ടും 2 വേവാവും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ അത് കാരണം 2 പാർട്ടായിട്ടാണ് കുക്ക് ചെയ്യാറ്. പിന്നെ അമ്മ എന്തുണ്ടാക്കുമ്പോഴും സമയം എടുത്തിട്ടാണെങ്കിലും പണിയെടുത്തിട്ടാണെങ്കിലും അമ്മയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവണം. അതുകൊണ്ട് അമ്മ എത്ര പണിയെടുക്കാൻ വേണമെങ്കിലും റെഡിയാണ്. അങ്ങനെ ആസ്വദിച്ചിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് അമ്മ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാറുള്ളൂ. പണ്ട് വീട്ടിലാവുന്ന സമയത്ത് ഞാൻ അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമായിരുന്നു. ഇപ്പോൾ അത് കുറവാണ്. ഇപ്പോൾ അവിടെ വരുമ്പോഴേക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ അമ്മയാണ് മെയിനായിട്ടുള്ള കുക്ക്. എപ്പോഴും അമ്മ തന്നെയാണ്. അപ്പോൾ അതാ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മളിങ്ങനെ റോസ്റ്റ് പോലാക്കണം. നല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് അപ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.
ശരിക്കും എനിക്ക് ഇതിനോടൊരു ഒബ്സഷൻ പോലെ കാണിച്ചെങ്കിലും ഒരു 2-3 ദിവസം അടുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുക്കൂട്ടാ. പുട്ടാണ് ശരിക്കും ഇതിൻ്റെ കൂടെ ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ് ഇതും പുട്ടും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ നേരത്തെ തന്നെ കഴിക്കൽ തുടങ്ങിയിട്ട് അച്ഛൻ ഈ സാധനത്തിനോട് വലിയ താല്പര്യമില്ല. എനിക്കും അമ്മയ്ക്കാണ് കൂടുതലിഷ്ടം. പിന്നെ എനിക്കിത് കഴിക്കുമ്പോൾ ഈ കറിയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഇത് വേറെ അങ്ങനെ കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. ചോറും ഇതും കൂടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ചിക്കൻ ആണെങ്കിലും ഇങ്ങനെ മസാല പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറും ചിക്കൻ്റെ മസാലയും പപ്പടും അച്ചാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ. അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് ചൂടോടെ കഴിക്കണം. ചൂട് ആറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. ചൂടോടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.